ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ജനുവരി 3. അപ്പോൾ എൻ്റെ മോൾ എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊച്ച് NSSൻ്റെ ക്യാമ്പിന് പോയേക്കുമായിരുന്നു. ഒരാഴ്ച മോൾക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോണതിന് മുമ്പ് തന്നെ മോളെല്ലാം വാങ്ങിച്ച് എന്നെ കാണാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിട്ടോ ഗിഫ്റ്റുകൾ. അപ്പോൾ എന്നോട് അത് ഒളിപ്പിച്ച് വെച്ചിരുന്നു അവൾ. എന്നിട്ട് എന്നോട് അത് നോക്കരുത് എന്ന് പറഞ്ഞ് ഉറപ്പ് മേടിച്ചിട്ടാട്ടോ ഇതൊന്ന് സ്കൂളിലേക്ക് പോയത്. അപ്പോൾ ഏതാണ്ട് എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനിന്ന് പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് രാവിലെ എല്ലാം എടുത്തു തന്നു കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ തരുന്ന ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നമുക്കൊരു ചെറിയ ഒരു മുട്ടുസൂചി കിട്ടിയാൽ പോലും നമുക്ക് ഭയങ്കര എന്നാ പറയണേ, നമുക്കത് പറയാൻ അറിയത്തില്ല, അത്രയും നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇന്ന്. എനിക്ക് ഈ ലോകത്ത് ആരെന്ത് തരുന്നതിനേക്കാളും സന്തോഷം എൻ്റെ മോളെനിക്ക് എന്ത് തന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ ഈ കാണുന്നത്. അപ്പം മുടിയിൽ കിട്ടുന്ന ഈ ക്രാബാട്ടോ, ഒരു 3 ക്രാബുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് നോക്കുക. പിന്നെ ഇന്നാൾ എന്നോട് പറഞ്ഞായിരുന്നു, ബസ് കയറാൻ നിൽക്കണേൻ്റെ അവിടെ ഒരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ ഒരു അത്തർ വന്നിട്ടുണ്ട്, ജാസ്മിൻ്റെ സ്മെല്ലുള്ളൊരു അത്തർ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ തന്നെയല്ല പോയി ഇതെല്ലാം വാങ്ങിച്ചേക്കണത്, കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ എല്ലാവരുടെയും ഇഷ്ടമെല്ലാം ചോദിച്ചും ഒക്കെ ആയിട്ടോ മോളിത് മേടിച്ചേക്കണത്. അപ്പം ഞാനതിൻ്റെ സ്മെല്ല് എങ്ങനെയുണ്ടെന്ന് നോക്കി. അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞായിരുന്നു കേട്ടോ, ഇതിന് നല്ല സ്മെല്ലുണ്ടെന്ന് വെച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ശരിയാട്ടോ. അത് നമ്മൾ തൂത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴാട്ടോ അതിൻ്റെ ശരിക്കുള്ള സ്മെല്ല് വന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ സ്റ്റഡ്, ഞാൻ സ്വർണ്ണത്തിൻ്റെ കമ്മൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ സാധാ നമ്മുടെ ഈ മുത്തിൻ്റെയൊക്കെ കല്ലൊക്കെ വെച്ചിട്ടുള്ള കമ്മലുണ്ടല്ലോ, അതുപോലെ സിമ്പിളായിട്ടുള്ള സാധനം കേട്ടോ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു 3 ജോഡി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റഡായിട്ട് ഇടാനും മേളിലിടാനും താഴെ ഇടാനും ഒക്കെ കൊച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങളാട്ടോ കൊച്ചെനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കണത്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ നോക്കുക. പിന്നെ എന്തായിരുന്നു എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത്, പിന്നെ കൂട്ടുകാരിയുടെ അടുത്ത് പറഞ്ഞ് എന്തോ ഒരു സാധനം സെറ്റാക്കിയെന്ന് എനിക്ക് തോന്നിയായിരുന്നു. എന്നോട് പറഞ്ഞില്ല, എന്താണെന്നൊന്നും പറഞ്ഞില്ല. അപ്പം മോളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവൾ ഇതുപോലെ ഇങ്ങനെ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യണ ഒരു പരിപാടി ഉണ്ടാക്കും കൊച്ചിന്. അപ്പം അവളോട് പറഞ്ഞ് ഞങ്ങളുടെ 2 പേരുടെയും ഫോട്ടോ, കൊച്ചു മോള് ചെറുതായിരുന്ന സമയത്ത് ഒരു കല്യാണത്തിന് എടുത്ത ഫോട്ടോയാട്ടോ ഇത്. അപ്പോൾ ഈ ഫോട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ എപ്പോഴും പറയും ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യണം ഉമ്മീന്ന് എപ്പോഴും പറയും കേട്ടോ. അപ്പം അവൾ അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്, എന്തോക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ മുഴുവൻ സ്നേഹം കേട്ടോ, എൻ്റെ മോൾക്ക് എന്നോടുള്ള സ്നേഹം കേട്ടോ അത് മൊത്തം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.